100-ലധികം യൂസർകാർക്ക് അണിനിരത്തിക്കൊണ്ട് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ എ മോട്ടോഴ്സ് മാരുതി കമ്പനി ചേർന്നിട്ട് ഒരു വലിയ യൂസർ മേള നടത്തുന്നുണ്ടല്ലേ? ഡേറ്റ് എങ്ങനെ വരുന്നത്? ഈ 25, 26, 27, 28 വ്യാഴം, വെള്ളി, ശനി, ഞായർ ജൂൺ മാസമാണ് ഈ ഒരു വലിയ മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് കമ്പനികളുടെ ഒരുപാട് കളക്ഷൻ ആണ് അല്ലേ? എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണല്ലേ? നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വരുന്നത്? നമുക്ക് ഏകദേശം ഒരു 35-35,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരുന്നുള്ള വണ്ടികളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാത്തരം വണ്ടികളുണ്ട്. നമുക്കൊരു 800 മുതൽ ഇന്നോവ ക്രിസ്റ്റ വരെ നമ്മുടെ അവൈലബിൾ ആണല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന കാറൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് കാർ വേണമെങ്കിലും ധൈര്യപൂർവ്വം ഈ 4 ദിവസം ഇവിടെ കയറി വരാം. അപ്പൊ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. അതെ, നമുക്ക് 1 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 3 ഫ്രീ സർവീസ് ഉണ്ടാവും മാരുതി വാഹനങ്ങൾക്ക്. അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വലിയ മേള തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തരം വണ്ടികളുടെ ഇപ്പൊ ഒരു ബലേന എടുക്കാൻ വന്നാൽ തന്നെ നമുക്ക് അതിന്റെ പല കളറും പല വേരിയന്റും ഒക്കെ ഉണ്ടല്ലോ. അല്ലാണ്ട് കുറെ വണ്ടികൾ ഓൾറെഡി കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ബുക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ദിവസം തന്നെ ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വാഹനം വീഡിയോയിൽ കണ്ടാൽ തന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിലായി പോയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കസ്റ്റമേഴ്സ് ഞങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. വരാൻ പറ്റുന്നവരെന്തായാലും ലൊക്കേഷനിലേക്ക് വരിക, പെട്ടെന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മൾ മിസറിൽ ജംഗ്ഷൻ ആണ് വരുന്നത്, രാമനാട്ടുകര എ മോട്ടോഴ്സ് ട്രൂ ഷോറൂം മെയിൻ ഹൈവേയിലെ ബൈപ്പാസ് സൈഡ് തന്നെയാണ്. നമുക്ക് കാണാനൊക്കെ പറ്റും. അതിവിശാലമായിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട്. എല്ലാ വണ്ടികളും കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസർ കാർ മേഖലയിൽ ഡീസൽ വാഹനങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല. വളരെ കുറച്ച് വണ്ടികൾ വളരെ കുറവാണ്. 19 ശേഷം മാറി നിർത്തിയതിനു ശേഷം നമ്മൾ തന്നെ കുറെ വണ്ടികൾ നോക്കി നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ബ്രസ് അവൈലബിൾ ആയിട്ടുണ്ട്, എസ്ക്രോസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഡീസലുള്ള വണ്ടി, ഡീസലാണല്ലേ? പിന്നെ സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്രോൾ ഡീസൽ വരുന്നത്? ഇതൊക്കെ പെട്രോൾ വണ്ടികളാണ് വരുന്നത്. ഓൾമോസ്റ്റ് സെഡാനിൽ ഒരുവിധം വണ്ടികളൊക്കെ പെട്രോളാണ്. പിന്നെ ഒരു ഹോണ്ട അമേസ് വരുന്നുണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. ഓട്ടോമാറ്റിക് ഡീസൽ ഇതിനൊക്കെ നമുക്ക് മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റില്ല? അതെ, ഒരു 90% ഷുവർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലുള്ള ആളുകൾ ഫിനാൻസിന്റെ ആളുകളൊക്കെ ഇപ്പൊ നിലവിൽ എല്ലാവരും ഉണ്ട്. നമുക്ക് സ്പോട്ട് അപ്രൂവൽ വരെ കിട്ടും. രാവിലെ വന്ന് വണ്ടി നോക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലോൺ അപ്രൂവൽ ആയി വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഈ മേളയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് നമുക്ക് ഒരുപാട് ഷോറൂമുകൾ കയറി ഇറങ്ങുന്നതിന്റെ പകരം ഒറ്റ ഷോറൂമിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ പല കമ്പനികളുടെ ഫിനാൻസ് കമ്പനികളും ആളുകളും സ്പോട്ടിലുണ്ട്. സ്പോട്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. 90% കിട്ടും, സ്പോട്ട് അപ്രൂവലും കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് മെനക്കെട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു കാറാണ്. അപ്പൊ നമ്മൾ ഈ ആ സൈഡൊക്കെ ഫുള്ള് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ, അതൊക്കെ ചെറു വണ്ടികൾക്കായിട്ട് മാറ്റി വെച്ചാണ്. ഇയോൺ അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികൾ മാത്രം, ചെറുവണ്ടികൾ മാത്രം. അതിന് നമ്മൾ ഏറ്റവും ഈ ഒരു സൈഡിൽ മൊത്തം ചെറുവാഹനങ്ങളാണല്ലേ? ഈ ഓമിനി ഒക്കെ ഒരുപാട് ആളുകൾ നോക്കുന്നത്. പക്ഷെ 100ഓളം വാഹനങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് ആകെ ഒറ്റ ഓമിനി ഉള്ളൂ. ഇതൊക്കെ 2013 മോഡൽ വണ്ടിയാണ്. 2013 മോഡൽ. ഓക്കെ, ഇതൊക്കെ വരുമ്പോ ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. കിഡ് റെനോൾട്ടിന്റെ കിഡാണ്. ഇതൊക്കെ ഏകദേശം ഒരു 2.5-2.25 റേഞ്ചിനുള്ളിൽ വരുന്ന ഓട്ടോമാറ്റിക്കുകളാണ്. ചെറു ബഡ്ജറ്റിലുള്ള ഓട്ടോമാറ്റിക്. ലോൺ കിട്ടുന്നതിനൊക്കെ ഇതൊക്കെ 90% ലോണും കിട്ടും. അപ്പൊ ചെറിയ EMI മാസം അടച്ചാൽ മതി. അതെ. പിന്നെ ഇതൊക്കെ വെച്ചാൽ മോഡൽ കുറവുള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റേതായ കൊല്ലം പരിമിതി ഉണ്ടാവും. നമുക്ക് ഇപ്പൊ 2012-13 ഒക്കെ ആകുമ്പോൾ നമുക്ക് ലോണിന്റെ കൊല്ലം വളരെ കുറവാണ്. അതായത് 5 വർഷം 4 വർഷം ഒന്നും കിട്ടില്ല, ഒരു 2 വർഷം. അതെ, അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അത് ചെറിയ എമൗണ്ട് ആണ് നമുക്ക് EMI വരുള്ളൂ. 2 വർഷം ആണെങ്കിൽ കൂടിയില്ലേ? അതെ. അപ്പൊ നമുക്ക് ആ ലെവലിൽ വരുന്ന ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വാഹനങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടികളും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര മോഡൽ വാലേറ്റർ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഒരു വണ്ടി കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ സ്പോട്ടിൽ റേറ്റും കാര്യങ്ങളൊക്കെ ആക്കി തരും. എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാ ടീമിനും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 4 ദിവസത്തെ മേള എന്ന് പറഞ്ഞാൽ ചില്ലറ മേള എന്നല്ല, അത്യാവശ്യം എല്ലാ കാറുകളും നിലവിൽ അവൈലബിൾ ആണ്. ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ തിരയുന്നത് മാരുതി വാഗനറിലെ. ഇപ്പോഴും ഡിമാൻഡ് കൂടുതൽ ഇങ്ങനെയുള്ള വാഹനങ്ങളാണ്. അത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. വാഗനറിൽ ഇഷ്ടംപോലെ കളക്ഷൻസ്. ഡീറ്റെയിൽസ് തന്നെ ഇത് 2012 ആണ്. LXE ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 48,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുണ്ട്. അധികം ലോ കിലോമീറ്റർ ഓടി വണ്ടികളാണല്ലേ? ഓക്കെ, നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ സ്റ്റാർട്ടിംഗ് 2 lakh ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന വണ്ടികളാണ്. ലോ ബഡ്ജറ്റ് ആണ്. നമുക്ക് വണ്ടികൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഷുവർ, എന്തായാലും ഉണ്ടാവും. അപ്പോൾ വാഗനർ ഈ ഒരു ഓൾഡ് ഫേസിൽ വരുന്ന വാഹനങ്ങൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് വന്നോ. ഇപ്പൊ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ദിവസം ഞായറാഴ്ച വരെ ഉണ്ട് വിചാരിച്ചിട്ട് അതൊരു വൈകണ്ട കേട്ടോ. നേരത്തെ വരാൻ പറ്റുന്നത് അത്രയും നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത റിഡ്സിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ റിഡ്സ് ഒക്കെ ആകുമ്പോൾ 2013 മോഡലാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇതൊക്കെ ഏകദേശം ഒരു 270 ആ റേഞ്ച് ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. ആ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ആൾട്ടോ 800 സെഗ്മെന്റുകളിൽ ഇഷ്ടംപോലെ വണ്ടി ഉണ്ട്. 2012 മുതൽ 2022 വരെയുള്ള വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ നോക്കുന്ന ആൾക്കാർ അതാണ്. പിന്നെ ഓൾഡ് ഷേപ്പ് വണ്ടികൾ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഓൾഡ് ഫേസും വരുന്നുണ്ട്. അതെ. പഴയ 2008, 2005 സ്വിഫ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾഡ് ഷേപ്പിൽ വരുന്നത്
അങ്ങനെയുള്ള ചെറുവണ്ടികളും ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അധികം ആളുകൾ എന്താ വെച്ചാൽ മേള തുടങ്ങി ഒരു 4 ദിവസം 3 ദിവസം ആകുമ്പോഴത്തേക്ക് വരും. അന്നപ്പോഴത്തേക്ക് വണ്ടികൾ കുറെ പോയി. ഇപ്പൊ ആളുകൾ വിചാരിക്കും ഞായറാഴ്ച ഉണ്ടല്ലോ, നമുക്ക് ഒഴിവ് ഞായറാഴ്ച ആണല്ലോ, ആ ദിവസം പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 100ഓളം വാഹനങ്ങളുണ്ട്, ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം പല പ്ലാറ്റ്ഫോമിലും ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ തന്നെ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് പറയണത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒരുപാട് ഇന്നോവകൾ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റകൾ അവൈലബിൾ ആണല്ലേ? അത് റീവണ്ടികളാണോ? റീവണ്ടികളാണ്. അതൊക്കെ നമ്മൾ കമ്പനി ഓൾറെഡി ഡയറക്റ്റ് പെർസീവ് ചെയ്തതാണ്. എല്ലാ വണ്ടികളും പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഓൾറെഡി നമ്മൾ നമ്മുടെ മോട്ടോഴ്സിന്റെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമർ നമ്മൾ RC മാറി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഒരു കസ്റ്റമറിന് ഒരു ഇന്നോവ ക്രിസ്റ്റ വേണമെങ്കിൽ വണ്ടി പിടിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട, വണ്ടി തരാവണ്ട. കമ്പനി എല്ലാ കാര്യങ്ങളും നോക്കി പക്ക നീറ്റാക്കി പേര് മാറി നമ്മുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അടുത്ത് പറയേണ്ടത് റീവണ്ടി ആണെങ്കിൽ കൂടി നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? 1 year വാറന്റി ഉണ്ട്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്നോവ ക്രിസ്റ്റ 1 year വാറന്റിയോട് കൂടിയിട്ട് റീവണ്ടികൾക്കൊന്നും ഒരിക്കലും ഒരാളും നമ്മൾ വാറന്റി കൊടുക്കാറില്ല അല്ലെ? ആദ്യമായിട്ടാണ് എ മോട്ടോഴ്സ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കണം, നേരെ നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര നിസാരി ജംഗ്ഷനിലേക്ക് പോകുന്നോ. ഈ 4 ദിവസങ്ങളാണ് ഇത്രയും വണ്ടികൾ കാണാൻ പറ്റുള്ളൂ. കാരണം ഇവര് പല ഷോറൂമുകളിലും വണ്ടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളക്ഷൻ ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും നമുക്ക് പല കളറില്, പല വേരിയന്റില്, പല ബഡ്ജറ്റ് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാം. അപ്പൊ എന്തായാലും വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. അപ്പൊ എന്തായാലും താങ്ക്സ് ബ്രോ. ഓക്കെ.